ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞാനൊരു വലിയ ഇൻട്രോ തരുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. എൻ്റെ 3 ദിവസത്തെ നൈറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു സ്ലീപ്പിംഗ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നൈറ്റ് കഴിഞ്ഞ് വന്ന് കുളിച്ച് അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതുകൊണ്ട് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് ഡൗട്ടായി കാണും, ഇതെന്താ നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാത്തതെന്നല്ലേ? എനിക്ക് ഇന്നും നാളെയും കൂടെ മാത്രം അവധിയുള്ളൂ. എൻ്റെ ഈ 2 ദിവസത്തെ അവധി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരുന്ന ഒരു മോർണിംഗ് ഡ്യൂട്ടിയാണ്. അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി ഞാനൊരു പ്രിപ്പറേഷനാണ് ഇന്നും നാളെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1 മാസം കംപ്ലീറ്റ് ആയിട്ട് നൈറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ തന്നെ ഒരു നൈറ്റ് ഷിഫ്റ്റ് രീതിയിൽ അങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് മോർണിംഗ് ഡ്യൂട്ടി വരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ചേഞ്ച് ആക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ എന്തായാലും ഉറക്കളിച്ച് നിൽക്കുക എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുന്നത്. എനിക്ക് ഉറക്കം വരാനുള്ള ചാൻസസ് ഒത്തിരി കൂടുതലായതുകൊണ്ട് ഞാൻ എന്തായാലും പിടിച്ച് നിൽക്കുന്നുള്ള രീതിയിൽ എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസമാണെങ്കിൽ 3 സെറ്റ് തുണികൾ അലക്കാനും ഉണ്ട്. ഒരിടയ്ക്ക് ഞാൻ ഈ വൈറ്റ് മൾട്ടി കളർ എല്ലാം മിക്സ് ചെയ്താണ് അലക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം ഞാൻ വൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് അലക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് മാത്രം 3 സെറ്റായിട്ട് വന്നു. അങ്ങനെ തുണികളെല്ലാം ഞാൻ അലക്കാനായിട്ട് ഇട്ടതിന് ശേഷം പിന്നെ ഇന്നലെ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കാമെന്ന് വെച്ചു. കാരണം വേറെ സെറ്റ് പാത്രങ്ങൾ സിങ്കിനകത്ത് കിടക്കാണ് കഴുകാനായിട്ട്. കഴിഞ്ഞ 2 ദിവസം ഞാനും അച്ഛൻ ഒരുമിച്ചായിരുന്നു നൈറ്റ് ചെയ്തതാണ്. ഇപ്പം അച്ഛൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ നിന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഓരോ പണികളും ചെയ്യാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം വരും എന്ന് ഓർത്തോടെ മാത്രമാണ് വീട്ടിലെ ഓരോ പണികളും തപ്പി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും എൻ്റെ നൈറ്റ് ഓഫിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില സമയത്ത് ഡ്യൂട്ടി ഭയങ്കര ഹെവി ആണെങ്കിൽ എന്നെ പിന്നെ വീട്ടിലെ പണികൾ ചെയ്യാനായിട്ട് ഒന്നിനും കൊള്ളത്തില്ല. ആ സമയങ്ങളിലൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ഈ മെഡിക്കൽ ഫീൽഡിൽ ഡ്യൂട്ടി ചെയ്യുന്ന അമ്മമാരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട ഡ്യൂട്ടി ചെയ്തിട്ട് വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നതെന്ന്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന എൻ്റെ അമ്മയാണേ. ചില സമയത്ത് ഹെവി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഈ ഓരോ പണികളും ചെയ്യാനായിട്ട് ആരെങ്കിലും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നെന്ന്. അന്നേരമൊക്കെയാണ് ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുന്നത്. കാരണം എൻ്റെ മമ്മി 3 ഷിഫ്റ്റ്സ് ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് നൈറ്റ് ഷിഫ്റ്റ്, ഒന്ന് ഈവനിങ് ഡ്യൂട്ടി, ഒന്ന് മോർണിംഗ് ഡ്യൂട്ടി. ഈ 3 ടൈമിംഗ് ആയതുകൊണ്ട് ഓരോ സമയത്തും വീട്ടിലെ ഓരോ പണികളും ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ എന്തുമാത്രം മമ്മി കഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഞാൻ ഈ ഒരു ഫേസിലൂടെ പോകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കതൊക്കെ മനസ്സിലാകുന്നത്. മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വുമൻസിനെ മാത്രമായിട്ടല്ല ഞാൻ എടുത്തു പറയുന്നത്, എല്ലാ ജോലിയും ചെയ്യുന്ന വുമൻസിനെ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് കുറച്ച് മാറിപ്പോയോ എന്ന് എനിക്ക് ചെറിയ രീതിയിൽ ഡൗട്ട് വന്നു. അപ്പോൾ നമുക്ക് ബാക്ക് ടു ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഈ കാണുന്ന ക്രിസ്പ്സ് എല്ലാം ഞാൻ ഒരു ബാസ്ക്കറ്റിനകത്ത് എടുത്ത് വെക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആയിരുന്നു, പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ വെക്കാറില്ലാത്തതുകൊണ്ട് ഈ ക്രിസ്പ്സ് എല്ലാം ഞാൻ അവിടെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് ഇത് കഴിക്കാനായിട്ടും ഇങ്ങനെ ബാഗിനകത്ത് എടുത്ത് വെക്കും. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ മേടിച്ച് വെക്കുന്നത്. അതങ്ങോട്ട് അടുക്കി വെച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ 2ാമത്തെ സെറ്റ് തുണി അലക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 3ാമത്തെ സെറ്റ് തുണി ഇടാനായിട്ട് പോകണം. അത് ശരിക്കും കളർ ഡ്രസ്സുകളെല്ലാം ആണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം ഞാൻ ഫോണിലൊന്നും തോണ്ടിയിരുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പം നേരത്തെ എല്ലാം കുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഒരു 1.5-2 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. ഉറങ്ങി എണീറ്റ് ശേഷം ഞാൻ ഓർത്തുന്ന പിന്നെ ഇന്നൊന്നും പഫ്സ് ഉണ്ടാക്കിയില്ലായിരുന്നു. കാരണം പഫ് പേസ്ട്രി ഓൾറെഡി ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പഫ് ഉണ്ടാക്കാനായിട്ട് നമുക്കാകെ 2 മുട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേറൊരു മുട്ട സെറ്റ് മേടിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് 2 മുട്ട ഞാൻ ബോയിൽ ചെയ്യാൻ വേണ്ടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചിക്കൻ്റെ കാല് ഇരിപ്പുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പം അതും ഞാനൊന്ന് എയർ ഫ്രയറിലൊന്ന് ആക്കിയെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ നമുക്ക് ഡ്രം സ്റ്റിക്ക് പഫ് ഉണ്ടാക്കാമല്ലോ. അതെങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒരു വീഡിയോക്കകത്ത് കണ്ടതായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ജസ്റ്റ് 2 ഡ്രം സ്റ്റിക്ക് ഉണ്ടായിരുന്നത് അങ്ങ് എയർ ഫ്രയറിലോട്ട് അങ്ങ് കയറ്റി വെക്കാമെന്നുള്ള രീതിയിൽ അങ്ങ് വെച്ചു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പഫ്സ് ഉണ്ടാക്കാൻ വലിയ മൂഡില്ലായിരുന്നെങ്കിലും ഇന്ന് പഫ്സ് ഉണ്ടാക്കാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ പേസ്ട്രി എക്സ്പയർഡ് ആവാൻ പോവാണേ. അപ്പോൾ ഞാൻ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഓർത്തുന്നത് പിന്നെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അങ്ങനെ ആകെ കിട്ടിയ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ഫില്ലിങ് അങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പേസ്റ്റ് നമ്മൾ മേടിച്ചത് അസ്തയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ പല ഷോപ്സിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റ് റോസിൽ നിന്നും പിന്നെ കോപ്പിയിൽ നിന്നും അസ്തയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഞാൻ പേസ്ട്രീസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ പേസ്ട്രീസ് മേടിക്കുമ്പോൾ എനിക്ക് ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസസ് ആണ് തോന്നിയത്. അസ്തയുടെ പേസ്ട്രി എനിക്കറിയത്തില്ല, ഇനി ഞാൻ ഉണ്ടാക്കിയ രീതി വേറെ രീതിയിലായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. യൂഷ്വലി ഞാൻ പപ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ മുകളിൽ കോട്ടിംഗ് ആയിട്ട് ചെയ്യുന്നത് ഒരു എഗ്ഗിൻ്റെ ആ ഒരു കോട്ടിംഗ് ആണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് 2 മുട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഗ് കോട്ടിങ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ പിന്നെ ബട്ടർ വെച്ചിട്ട് കോട്ടിങ് ചെയ്യാവുന്നുള്ളത്. ബട്ടർ വെച്ചതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, നല്ല രീതിയിൽ അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞായിരുന്നു വന്നത്. കുറച്ചൊരു ഹാർഡ് കൺസിസ്റ്റൻസി എന്നുള്ള രീതിയിലായിരുന്നു വന്നത്.
ഇനി ചിലപ്പോൾ അതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, ഇനി പേസ്ട്രിയുടെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. എനിക്കെന്തായാലും ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഡ്രം സ്റ്റിക്ക് പഫ്സ് ഉണ്ടാക്കിയത് അത് നല്ലതായിരുന്നു കേട്ടോ. എപ്പോഴെപ്പോഴൊക്കെ നമ്മൾ ഈ മുട്ട പഫ്സൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പകരം ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഡ്രം സ്റ്റിക്ക് പഫ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഡ്രം സ്റ്റിക്കിൻ്റെ പകരം നമുക്ക് വേണേൽ ചിക്കൻ പീസസും വെക്കാം കേട്ടോ. ഏകദേശമൊക്കെ സെയിം ടേസ്റ്റുകളായിരിക്കും. പിന്നെ ഡ്രം സ്റ്റിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഹാഫ് കുക്ക്ഡ് രീതിയിൽ വേണം ചിക്കൻ ഡ്രം സ്റ്റിക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് വേണം പപ്സിനകത്ത് എടുത്തിട്ട് വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യാനായിട്ട്. കാരണം എനിക്ക് 2 പ്രാവശ്യം അത് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ നമ്മൾ എയർ ഫ്രയറിൽ ചിക്കൻ വെക്കുന്ന ആ ഒരു ടൈമിൽ ഫസ്റ്റ് നമ്മൾ ഒരു സർട്ടൺ മിനിറ്റ്സിൽ വെക്കൂല, എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കനെ നേരെ തിരിച്ചിട്ടിട്ട് വീണ്ടും ആ ഒരു സർട്ടൺ മിനിറ്റ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് പപ്സിന് ഉള്ളിനകത്ത് വെക്കുമ്പോഴത്തേക്കും വീണ്ടും പപ്സിൻ്റെ ആ ഒരു ഇത് നമ്മൾ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ വീണ്ടും ആ ചിക്കൻ കുക്കായാണ് വരുന്നത്. അപ്പം ആ ഒരു റിപ്പീറ്റ് കുക്കിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ. എൻ്റെ ചിക്കൻ ചെറിയ രീതിയിലൊന്ന് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റിന് അങ്ങനെ വലിയ പ്രശ്നമില്ല. ആ ചിക്കൻ അങ്ങോട്ട് പുറത്തോട്ട് കാണുന്ന ആ ഒരു കോട്ടിങ് മാത്രമേ കരിഞ്ഞു വന്നത്, അകത്തൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. എന്തായാലും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പപ്സ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അമ്മയെ ഓർത്ത്, കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊണ്ട് 2 പ്രാവശ്യം പപ്സ് ഉണ്ടാക്കിയത് വെച്ച ആളായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. ഇപ്പം നമ്മുടെ ഈ ഇവിടുത്തെ വെതറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുവാണല്ലോ. അപ്പോൾ ഈ പഫ്സിൻ്റെ പേസ്ട്രി ഒത്തിരി നേരം ഒന്ന് വെളിയിലോട്ട് വെക്കില്ലേ. ഒത്തിരി നേരം വെളിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പേസ്ട്രി ഭയങ്കരമായിട്ട് ഒട്ടി പിടിക്കും കേട്ടോ ആ ഒരു പേപ്പറിൽ. അപ്പം എനിക്കത് ഏകദേശം ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. പിന്നെ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയ ടൈമിലൊക്കെ തണുപ്പായിരുന്നല്ലോ ഇവിടെ, അപ്പോൾ അന്നേരം ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ നമ്മളെ പേസ്റ്റ് പുറത്തെടുത്ത് വെച്ചില്ലെങ്കിലും പാടാണ്. കാരണം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ എടുത്ത് ഉണ്ടാക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് മുറിക്കാനായിട്ട് പറ്റത്തൊന്നുമില്ല. കാരണം ഭയങ്കര ഹാർഡായിട്ടായിരിക്കും വരുന്നത്. അതും എനിക്ക് പറ്റിയിട്ടുണ്ട് ആ ഒരു അബദ്ധം. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് കുളമാക്കാണ്ട് നമുക്ക് പപ്സൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പപ്സുകളും ഞാൻ അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ ആ 2 ഡ്രം സ്റ്റിക്സിൻ്റെ പപ്സ് ഇരിക്കുന്നത് കണ്ടോ, അത് നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നില്ലേ. അങ്ങനെ എല്ലാത്തിനും മുകളിൽ ഞാൻ മറ്റേ ബട്ടർ കോട്ടിംഗ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ ഫൈനലി എയർ ഫ്രയറിലിട്ട് നമ്മുടെ പപ്സുകളെല്ലാം അങ്ങോട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് കാപ്പി മാത്രം ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഇന്നത്തെ 4 മണി പലഹാരത്തോടെ ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാനായിട്ട് പോവാണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജയാൻഡസ് സൈനിങ് ഓഫ്.